ഹായ് ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഡേ ക്ലീനിങ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. വെറും ഒരു വോയിസ് നൽകി നിങ്ങളെ പറ്റിക്കുകയാണ് എന്നൊന്നും തോന്നണ്ട. നിങ്ങളിലേക്ക് എൻ്റെ വോയിസ് പോലെ തന്നെ ഒറിജിനൽ വീഡിയോസും എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എന്തു ചെയ്യാം, ക്യാമറ ക്വാളിറ്റി പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായത്. എല്ലാവരും ക്ഷമിക്കണം. ഇനി കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുട്ടീസിൻ്റെ റൂംസാണ്. മാത്രവുമല്ല, കുട്ടികളുടെ ബെഡ്റൂം എപ്പോഴും ക്ലീൻ ആൻഡ് നീറ്റായി കിടക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും ഇതോടൊപ്പം നോക്കാം. ഒരു ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം പണികളുണ്ടാവും എന്നറിയാലോ. അപ്പോൾ പിന്നെ വീട്ടിലെ മറ്റെല്ലാ ജോലികളും തീർത്തതിന് ശേഷം വേണം ഈ ഒരു ക്ലീനിങ്ങിലേക്ക് കടക്കാൻ. കുട്ടികളുടെ റൂംസ് ആയതുകൊണ്ട് തന്നെ ബുക്സുകളായിരിക്കും അധികവും, പിന്നെ ടോയ്സുകളും. ആദ്യം ഇതൊക്കെ വെക്കുന്ന റാക്കുകൾ പൊടി തട്ടി തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം അതെല്ലാം ഒതുക്കി വയ്ക്കുക. അതുപോലെ കുട്ടികളുടെ ഡ്രസ്സ് മടക്കി ഒതുക്കി സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഹാങ്ങറിൽ തൂക്കിയിടുന്നതാവും. അല്ലെങ്കിൽ പിന്നെ ഡെയിലി തുണി മടക്കാൻ നമുക്ക് ടൈം ഉണ്ടാവുള്ളൂ. കുട്ടികളുടെ റൂം ആകർഷകമായ ബെഡ്ഷീറ്റും കർട്ടനുകളും ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഒരു വേസ്റ്റ് ബിൻ നിർബന്ധമാക്കുക. കാരണം സ്കൂളിലേക്കുള്ള എന്തെങ്കിലും പ്രൊജക്റ്റ് വർക്കോ വല്ല ക്രാഫ്റ്റോ ഒക്കെ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും കട്ടിംഗ് വേസ്റ്റുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. റൂം പരക്കാതിരിക്കാൻ ഇത് ഉപകാരമാവും. പിന്നെ എല്ലാ റൂമിലെയും പോലെ ജനൽ, ഫാൻ, മിറർ എല്ലാം തുടച്ച് പൊടി കളയുക. റൂം ആകർഷകമാക്കാൻ കുട്ടികളുടെ ടോയ്സിൽ നിന്ന് തന്നെ 2-3 ടോയ്സ് എടുത്ത് ഭംഗിയുണ്ടാവും എന്ന് തോന്നുന്ന ഭാഗങ്ങളിൽ വയ്ക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് റൂം എപ്പോഴും ആ ഒരു ഭംഗിയും വൃത്തിയും അതേപടി നിലനിർത്താനുള്ള ചില കാര്യങ്ങളാണ്. അതിലെ ഒന്ന്, അവരെടുക്കുന്ന ഏത് വസ്തുവാണെങ്കിലും അത് അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കാനുള്ള ശീലമാണ്. മറ്റൊന്ന്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരോട് തന്നെ ബെഡ്ഷീറ്റ് വിരിച്ച് വൃത്തിയാക്കി ഇടാൻ പറയുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മക്കളുടെ റൂം അധികം വൃത്തികേടാവാതെ നിലനിൽക്കും. 2 ദിവസം കൂടുമ്പോൾ ബെഡ്ഷീറ്റ് അലക്കുന്നതും ആഴ്ചയിൽ 1 വട്ടം ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതും നമ്മൾ ഒരു ശീലമാക്കിയാൽ കുട്ടികളുടെ റൂം മാത്രമല്ല വീട് മൊത്തം എല്ലായ്പ്പോഴും നല്ല വൃത്തിയോടെ കിടക്കും. ഇന്നത്തെ ഈ ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.